Welcome to Research Methodology class. We are entering into the last part of data collection. So data collection is a very important activity related to a research. The analysis of the research is based on the data. We can use different methods for collecting data. You have to select a method appropriate to your research based on the situation. In class, we are going to study about some techniques. First one is projective techniques. It's a continuation of previous classes. Projective techniques. That is, it is an indirect interviewing technique used by psychologists. So, the projections of respondents for inferring about underlying motives, urges or intention which the respondents resist to reveal or unable to express. അപ്പോൾ അവർ പറയാത്ത അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുക, പ്രൊജക്റ്റ് ചെയ്യുക. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? അവരുടെ ചില ബിഹേവിയറിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അപ്പോൾ പ്രൊവൈഡിങ് ഡാറ്റ അൺകോൺഷ്യസ്ലി used in motivational research and attitude test, etc. For doing this particular data collection, you need specialized training. The individual's response to stimulus. ഇപ്പോൾ ഒരു കാര്യം കാണിക്കുമ്പോൾ, ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അതിനോടുള്ള പ്രതികരണം എങ്ങനെയാണ് എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പോൾ സിറ്റുവേഷൻസ് ആർ നോട്ട് ടേക്കൺ അറ്റ് ദെയർ ഫേസ് വാല്യൂ. സ്റ്റിമുലി മേ അറൈസ് അറ്റ് ഡിഫറെൻറ്റ് റിയാക്ഷൻസ്. സ്റ്റിമുലി എന്ന് പറഞ്ഞാൽ നമ്മളെ അതിലേക്ക് പ്രേരിപ്പിക്കുന്ന പ്രേരണ ഘടകം. അപ്പോൾ അതൊരു ഫോട്ടോഗ്രാഫ് ആവാം, അല്ലെങ്കിൽ ഒരു പിക്ചർ ആവാം, വേറെ എന്തെങ്കിലും കാര്യമായിരിക്കും. അപ്പോൾ ദ നാച്ചർ ഓഫ് സ്റ്റിമുലി ആൻഡ് ദ വേ ഇൻ വിച്ച് വാസ് പ്രസൻറ്റഡ് അണ്ടർ ദിസ് ടെക്നിക് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ റെസ്പോൺസ്. ദ റെസ്പോൺസസ് ആർ ഇൻറ്റർപ്രറ്റഡ് ആസ് ഇൻഡിക്കേറ്റിംഗ് ദ ഇൻഡിവിജ്വൽസ് ഓൺ വ്യൂ, പേഴ്സണാലിറ്റി, നീഡ്സ്, ടെൻഷൻസ്, എക്സെട്ര. in the context of some pre-established psychological conceptualization of what the individual's response to the stimulus means. അപ്പോൾ ഇതൊരു ശാസ്ത്രീയമായ ഒരു ടെക്നിക്കാണ്, സൈക്കോളജിസ്റ്റാണ് മെയിനായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പം വ്യക്തികളുടെ അടിസ്ഥാനപരമായ അവരുടെ പ്രതികരണം, ആ പ്രതികരണം ഓരോ കാര്യത്തോടും വരുന്ന സമയത്ത് അത് എങ്ങനെയായിരിക്കും. ഇപ്പോൾ ഒരു ഫോട്ടോ കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സാലറി ഹൈക്കിൻ്റെ ഒരു ഓർഡർ കാണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള ഈ ഇത് കാണിക്കുന്ന സമയത്ത് അവരുടെ റെസ്പോൺസ് എന്താണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ കോണ്ടെക്സ്റ്റ് ഓഫ് സം പ്രീ എസ്റ്റാബ്ലിഷ്ഡ് സൈക്കോളജിക്കൽ കൺസെപ്റ്റലൈസേഷൻ. അവിടെ ചില ബേസിക്കായ തിയറിയുണ്ട്. ആ തിയറിയുടെ കൂടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, അത് തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് ചില മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് കൃത്യമായി മനസ്സിലാവും. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇതാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഇപ്പം നമ്മളിപ്പോൾ മോട്ടിവേഷണൽ റിസർച്ച്, ഇപ്പോൾ ഒരാളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, പലതരം മോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഏതാണ് എന്നറിയാനായിട്ടോ അല്ലെങ്കിൽ മറ്റു പല കാര്യത്തിലും നമുക്കിതൊക്കെ യൂസ് ചെയ്യാം. അപ്പം യൂസ്ഡ് ടു എക്സ്ട്രാക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സച്ച് വേർഡ്സ് വിച്ച് ആർ മാക്സിമം അസോസിയേഷൻ. റെസ്പോണ്ടൻറ്റ് ഈസ് ആസ്ക്ഡ് ടു മെൻഷൻ ദ ഫസ്റ്റ് വേർഡ് കമ്മിങ് ഇൻ ടു ഹിസ് മൈൻഡ് ആഫ്റ്റർ റീഡിംഗ് ദ ലിസ്റ്റ്. Analysis of the matching word supplied by the respondents indicate whether the given word should be used for anticipated word. ഇത് മാർക്കറ്റിംഗ് റിസർച്ചിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു വാക്ക് പറയുന്ന സമയത്ത് ആ വേർഡിനോട് അസോസിയേറ്റ് ചെയ്യുന്ന വേറൊരു വാക്ക് അവരെന്ത് ചെയ്യണം, മെൻഷൻ ദ ഫസ്റ്റ് വേർഡ് കമ്മിങ് ഇൻ ടു ഹിസ് മൈൻഡ് ആഫ്റ്റർ റീഡിങ് ദ ലിസ്റ്റ്. ഒരു ലിസ്റ്റ് കൊടുക്കും. ആ ലിസ്റ്റിൽ അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മൾ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഇപ്പം ചിക്കൻ ഫ്രൈ അല്ലെങ്കിൽ ഫുഡ്, ചിക്കൻ്റെ ഒരു ഐറ്റത്തിൻ്റെ പേര് പറയുന്നു. നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന പേരെന്താണ്? ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ മക്ഡൊണാൾഡ്സ് എന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. അപ്പോൾ ആ വേർഡ് നമ്മൾ അതിനോട് എന്ത് ചെയ്യുന്നു, ചേർത്തിട്ട് നമ്മളൊരു അനാലിസിസ് നടത്തുക. അപ്പോൾ ഇങ്ങനെ ഒരു മെത്തേഡാണ് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. അപ്പോൾ ക്വാളിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ബ്രാൻഡ് നെയിം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ കാർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പേരെന്താണ്? അപ്പോൾ ആ വേർഡുമായിട്ട് നമ്മളതിനെ അസോസിയേറ്റ്. ദിസ് മെത്തേഡ് ഈസ് ക്വിക്ക് ആൻഡ് ഈസി. അഡ്വർടൈസിങ് റിസർച്ച്, ഇപ്പോൾ നമ്മളിപ്പോൾ അമുലിൻ്റെ പരസ്യം വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് എന്താണ്?
അങ്ങനെ ഓരോരോ കേസിൽ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. രണ്ടാമതായിട്ട് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ വേറൊരു എക്സ്റ്റൻഷഡ് ഫോമാണ്. അപ്പോൾ റെസ്പോണ്ടൻസ് ആർ ആസ്ക്ഡ് ടു കംപ്ലീറ്റ് എ സെൻറ്റൻസ് ടു ഫൈൻഡ് അസോസിയേഷൻ വിത്ത് ദാറ്റ് പർട്ടിക്കുലർ ആസ്പെക്ട്. ഇപ്പോൾ നമുക്കറിയാം, ഫോർ എക്സാമ്പിൾ പേഴ്സൺസ് ഹു വിയർ ഖാദി ആർ ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കവിടെ എഴുതാം ദേ ആർ സിമ്പിൾ എന്ന് വേണമെങ്കിൽ ഇത് പൂരിപ്പിക്കാം, ദേ ആർ പൊളിറ്റിക്കൽ പേഴ്സൺസ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം, അല്ലെങ്കിൽ ദേ ആർ ഹിപ്പോക്രാറ്റ്സ് എന്ന് എഴുതാം. പല രീതിയിൽ നമുക്ക് അതിനെ എഴുതാം. അപ്പോൾ നമ്മളത് നമ്മുടെ കോണ്ടെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ബൈ അനലൈസിങ് ദ റിപ്ലൈസ് വി ക്യാൻ ഇൻ്റർപ്രറ്റ് ദ ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സബ്ജക്റ്റ്. ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ദ സബ്ജക്റ്റ്. A combination of attitudes of all samples will reflect the views of a population. Used in analytical problems with multi dimensions. അപ്പോൾ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ പറഞ്ഞ സിമ്പിൾ എക്സാമ്പിൾ പറയാം. എന്താണ് ഖാദി വസ്ത്രം ധരിക്കുന്നവർ? ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രതികരിക്കാം. എന്താണ് അവർ നല്ല പരിശുദ്ധിയുള്ള പൊതുപ്രവർത്തകരാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ അവർ ഖാദി വസ്ത്രം അണിഞ്ഞ് നടക്കുന്ന തരികിട ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് വേണേനെ വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ നമുക്ക് അവർ രാഷ്ട്രീയ നേതാക്കന്മാർ ഭാവിച്ച് നടക്കുക, അങ്ങനെ പല രീതിയിൽ നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മുടെ വ്യൂവിനനുസരിച്ച് നമ്മൾ ആ സെൻറ്റൻസിന് എന്ത് ചെയ്യുന്നു, പൂരിപ്പിക്കുന്നു. ഈ സ്റ്റോറി കംപ്ലീഷൻ, അത് ഇതിൻ്റെ ഒരു കംപ്ലീഷൻ തന്നെയാണ്. ഒരു സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് അയാളുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിക്ചോറിയൽ ടെക്നിക്സ്, അപ്പോൾ ഇതൊക്കെ അമേരിക്കൻ ടെക്നിക്കുകളാണ്. തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ്, പിക്ചേഴ്സ് റെസ്പോണ്ടൻസിന് കൊടുക്കുന്നു, അതിൽ നിന്ന് അവരോട് ഇൻഫറൻസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുന്നു. അപ്പോൾ കാർട്ടൂൺസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടപ്പോൾ അതിൽ കുറേ ടെസ്റ്റുണ്ട്. റോസൺ സ്വിഗ് ടെസ്റ്റുണ്ട്, ഹോഴ്സ്മാൻ ടെസ്റ്റുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കാർഡുകളിൽ നിന്ന് എന്ത് ചെയ്യുക, അവരെ സെലക്ട് ചെയ്യുക. പിന്നെ ഉള്ളതാണ് ക്വിസസ്. ഇതാണ് ക്വിസസ്. അതേപോലെ സോഷ്യോമെട്രി എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിലേഷൻഷിപ്പ് എമംഗ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഗ്രൂപ്പ്. അങ്ങനെയുള്ള പലതരം ടെസ്റ്റുകൾ. ഇനിയും വേറെ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന അടുത്ത മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം എക്സ്പെരിമെൻ്റൽ മീൻസ് നമ്മളത് പരീക്ഷിച്ച് നോക്കുക. ടെസ്റ്റ് മാർക്കറ്റിങ്ങിലാണ് അത് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു പ്രോഡക്റ്റ് വിൽക്കാൻ പോകുന്ന പ്രോഡക്റ്റിൻ്റെ സാമ്പിളുകൾ നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുത്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കളക്ട് ചെയ്യുന്നു. അപ്പോൾ എ സെറ്റ് ഓഫ് എക്സ്പീരിയൻസ് വർ ഡിസൈൻഡ് ആൻഡ് ക്യാരിഡ് ഔട്ട് ആൻഡ് ദ റിസൾട്ട്സ് വർ അനലൈസ്ഡ്. അപ്പോൾ അതിനകത്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ, ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതെല്ലാം കൂടെ വെച്ചതിന് ശേഷം അതെല്ലാം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആവാം. എന്താ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്? നമ്മൾ സയൻറ്റിഫിക് റിസർച്ചിലൊക്കെ മരുന്ന് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ബയോടെക്നോളജി, അതിലൊക്കെ ലബോറട്ടറി എക്സ്പെരിമെൻ്റ് ആണ്. ദ ഇൻവെസ്റ്റിഗേഷൻ ഈസ് കണ്ടക്റ്റഡ് ഇൻ എ സ്പെസിഫിക്കലി ഡിസൈൻഡ് ഏരിയ. ഫീൽഡ് എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ സോപ്പിൻ്റെ പൊടി നമ്മൾ അതിൻ്റെ സാഷെ ഫ്രീ ആയിട്ട് വിതരണം ചെയ്തിട്ട് അവരുടെ റിയൽ ലൈഫ് എക്സ്പെരിമെൻറ്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങിന് ഉപയോഗിക്കുന്നു. വേറൊന്നാണ് സിമുലേഷൻ. ദിസ് ഈസ് അനദർ മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. സിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ കൺസ്ട്രക്ഷൻ ഓഫ് എ മോഡൽ റെപ്രസെൻറ്റിംഗ് ദ സിറ്റുവേഷൻ ആൻഡ് ഇൻ എഫക്റ്റ് എക്സ്പെരിമെൻറ്റിംഗ് വിത്ത് ഇറ്റ് റാദർ ദാൻ ദ ആക്ച്വൽ സിറ്റുവേഷൻ. അപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കൊറോണ കേരളത്തിൽ ഡിസംബറിൽ എത്ര കൊറോണ പേഷ്യൻസ് ഉണ്ടാവും എന്ന് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാം. അപ്പോൾ ഒരു സിമുലേഷനാണ്. അപ്പം കമ്പ്യൂട്ടർ സിമുലേഷൻ, അപ്പോൾ കമ്പ്യൂട്ടർ സിമുലേഷൻ ഉണ്ട്, മാൻ സിമുലേഷൻ ഉണ്ട്, മാൻ കമ്പ്യൂട്ടർ സിമുലേഷൻ, പല രീതിയിൽ അത് ചെയ്യാം. അപ്പം ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇതേപോലെയാണെങ്കിൽ 6 മാസം കഴിയുമ്പോൾ എന്തായിരിക്കും സിറ്റുവേഷൻ, 6 മാസം കഴിയുമ്പോൾ സെയിൽസ് എത്ര വർദ്ധിക്കാം, അല്ലെങ്കിൽ 6 മാസം കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് എത്ര കുറയാം. സോ ദിസ് വിൽ ബി ദെൻ ഡെൽഫി ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് എക്സ്പെർട്ട് ആൻസേഴ്സ് വർ നീഡഡ് ഫോർ ക്വസ്റ്റ്യൻസ് വിച്ച് ആർ ഇൽ ഡിഫൈൻഡ് ആൻഡ് ഫോർ വിച്ച് ലിറ്റിൽ ഡാറ്റ ഹാസ് ബീൻ ഗാതേർഡ് ആൻഡ് അനലൈസ്ഡ്. അപ്പോൾ നമ്മൾ ഒരു റിസർച്ചിന് മുമ്പ് തന്നെ വി ഹാവ് ടു ഡെവലപ്പ് ആൻ ആൻസർ. അപ്പോൾ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സ്, ഇപ്പോൾ നമ്മളൊരു പുതിയ കാർ ഇറക്കിയാൽ എങ്ങനെയുണ്ടാവും, അപ്പോൾ നമ്മൾ ഓട്ടോമൊബൈൽ രംഗത്തുള്ളതും കസ്റ്റമേഴ്സ് ഇതിലുള്ളതുമായ കുറേ ആൾക്കാരെ വിളിച്ചിട്ട് പാനൽ ഓഫ് എക്സ്പേർട്സിനെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു അനാലിസിസ് നടത്തി നമ്മളൊരു ഡാറ്റ കളക്ട് ചെയ്യുന്നു. അപ്പോൾ അവരുടെ എല്ലാം ഇതിൻ്റെ എല്ലാം സ്ട്രെങ്തും വീക്ക്നെസ്സും എല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ കളക്ട്. ഡെൽഫി ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ആൻസർ വേണമെങ്കിൽ വി ക്യാൻ യൂസ് ദ
service of a panel of experts, and by discussing with them you can have such an analysis. അതേപോലെ തന്നെ പിന്നെ ഈ ഒരു ഇതിനകത്ത് വരുന്ന 2-3 ടെക്നിക്സ് ഉണ്ട്. ഒന്ന് ഫോക്കസ് ഗ്രൂപ്പ്. ഇതാണ് ഫോക്കസ് ഗ്രൂപ്പ്. ഫോക്കസ് ഗ്രൂപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് കൺസിസ്റ്റിംഗ് ഓഫ് സം സെലക്റ്റഡ് പേഴ്സൺസ് related to a particular area. So a qualitative research technique in which skilled moderator leads a small group of participants in an unstructured discussion about a particular topic. For example, COVID and employment, അല്ലെങ്കിൽ COVID and industrial development, അല്ലെങ്കിൽ COVID and economy. So you can have a discussion with a small group of participants on the basis of a particular topic. Then participants in the group may ask me to discuss their needs അല്ലെങ്കിൽ their opinion. ഇപ്പോൾ അത് പ്രോഡക്റ്റ് കാറ്റഗറി ആവാം, യൂസ് ഓഫ് പ്രോഡക്റ്റ് ആവാം, റിയാക്ഷൻസ് ആവാം. അപ്പോൾ അത് യഥാർത്ഥത്തിലുള്ള പ്രതികരണമാണ്. നമുക്കതിൽ നിന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമുക്കതിൽ നിന്ന് കുറേ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫോക്കസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഹെൽപ്പ് us to collect a range of responses and based on a script which was well defined. നമുക്കവിടെ ഒരു സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ്, ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവും. എന്തൊക്കെ കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ ദ പൊട്ടൻഷ്യൽ പാർട്ടിസിപ്പൻസ് ആർ സെലക്റ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഗോൾസ് ഓഫ് ദ ഫോക്കസ് ഗ്രൂപ്പ്. ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ സ്ഥിരമായി കാർ ഉപയോഗിക്കുന്ന 50 പേരെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവരുപയോഗിക്കുന്ന കാറുകളുടെ അവർ നേരിടുന്ന പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്ന ക്വാളിറ്റീസ് എന്താണ്. സോ നമ്മൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്തുന്നു. ആ ഫോക്കസ് ഗ്രൂപ്പ് മേ ബി ഡിസ്കഷൻ മേ ബി റെക്കോർഡഡ് ബൈ ഓഡിയോ ഓർ ബൈ വീഡിയോ. ഇനി കണ്ടന്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പലതരത്തിലുള്ള ഡാറ്റ, പലതരത്തിലുള്ള ബുക്സ്, ജേണൽ അല്ലെങ്കിൽ അങ്ങനത്തെ പല സ്ഥലത്തുകൾ. അപ്പോൾ അതിലൊക്കെ വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ടുകളെ അപഗ്രഥിച്ചുകൊണ്ടുള്ള ഒരു ഡാറ്റ കളക്ഷനാണ് കണ്ടന്റ് അനാലിസിസ്. അതായത് ബുക്സ്, മാഗസിൻസ്, പേപ്പേഴ്സ്, മെറ്റീരിയൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനെക്കുറിച്ച് മാർക്കറ്റിൽ നടക്കുന്ന ചർച്ചകൾ, റിപ്പോർട്ടുകളെല്ലാം അനലൈസ് ചെയ്യുന്നു. അപ്പോൾ അതൊരു സോഷ്യോളജിക്കൽ റിസർച്ചാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ദ റിസർച്ചർ വിൽ യൂസ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അക്രമങ്ങൾ, സമൂഹത്തിലുണ്ടാകുന്ന അക്രമങ്ങൾ. അപ്പോൾ അക്രമങ്ങൾ, മദ്യപാനവും അക്രമ സംഭവങ്ങളും അല്ലെങ്കിൽ കുടുംബകലഹവും അല്ലെങ്കിൽ ആത്മഹത്യയും. അപ്പോൾ ഈ വരുന്ന വാർത്തകളെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ വാർത്തകളെ അപഗ്രഥിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ചില നിഗമനങ്ങളിലേക്ക് എത്തുന്നു. അപ്പം റോ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനെ നമ്മളൊരു ബോഡി ഓഫ് നോളജ്, കണ്ടന്റ് അനാലിസിസ്. അതേപോലെ തന്നെ ഒരു മെത്തേഡാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ഇതാണ് കേസ് സ്റ്റഡി മെത്തേഡ്. അപ്പോൾ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കാലത്ത് പല നേട്ടങ്ങളുണ്ടാക്കിയ സ്ഥാപനത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം നടത്തുന്നുണ്ട്. അതാണ് കേസ് സ്റ്റഡി. അതായത് ഇറ്റ് ഈസ് എ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആൻഡ് ഇൻവോൾവ്സ് എ കെയർഫുൾ ആൻഡ് കംപ്ലീറ്റ് ഒബ്സർവേഷൻ ഓഫ് എ സോഷ്യൽ യൂണിറ്റ്. സമൂഹത്തിലെ ഒരു ഘടകത്തെക്കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്, ഡീറ്റെയിൽഡായ പഠനമാണ്. ആ സമൂഹത്തിലെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് പേഴ്സൺ ആവാം, ഫാമിലി ആവാം, ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം, കൾച്ചറൽ ഗ്രൂപ്പ് ആവാം, എൻ്റയർ കമ്മ്യൂണിറ്റി ആവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ലീഡർഷിപ്പ് സ്റ്റൈൽ, ഇതാണ് കേസ് സ്റ്റഡി. ഫോർ എക്സാമ്പിൾ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് സ്റ്റൈൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു കേസ് സ്റ്റഡി പോലെ എടുക്കുക. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അതുപോലത്തെ ഒരു ലീഡർ, ബിൽ ഗേറ്റ്സ് ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉയർച്ച താഴ്ച ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കാം. പിന്നെന്താണ് ഒരു ഫാമിലി. ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ടാറ്റ ഫാമിലി, അവരുടെ അല്ലെങ്കിൽ റിലയൻസ് ഫാമിലി, അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് എടുക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒരു കമ്പനിയെക്കുറിച്ച് നടത്താം. കൾച്ചറൽ ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ്, ഫോർ എക്സാമ്പിൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽപ്പെട്ട റിലീജിയനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതൊരു ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഇൻറ്റൻസീവ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് എ പർട്ടിക്കുലർ യൂണിറ്റ് അണ്ടർ കൺസിഡറേഷൻ. Object is to locate the factors that influence the behavioral patterns of the unit. അപ്പോൾ അതിനെന്താണ്? You have to study about the phenomena, identify the factors for remedial or development treatment, application of remedial measures. അപ്പം കേസ് സ്റ്റഡി മെത്തേഡ് ഈസ് ആൾസോ
എ മെത്തേഡ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. ഇനി നമുക്ക് വളരെ അറിയാവുന്ന കാര്യമാണ് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ഡാറ്റ വിച്ച് നീഡ്സ് ഫോർ റിസർച്ച്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ ഡിഫറെൻറ്റ് ഫോംസ്. ഇറ്റ് ഈസ് ഐദർ പബ്ലിഷ്ഡ് ഓർ അൺപബ്ലിഷ്ഡ്. Publications of government and non-government organizations, journals, books, reports, public records, websites, etc. are the sources of secondary data. You have to search for secondary data for giving a clear idea about the theoretical aspect of your study. For example, ഇപ്പോൾ നമ്മൾ ഓട്ടോമൊബൈലിൻ്റെ സെയിൽസിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ലീഡിങ് കമ്പനികളുടെ സെയിൽസിൻ്റെ ഡാറ്റ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു, ഒരു ഗ്രാഫ് ആക്കുന്നു. മാരുതിയുടെ സെയിൽസ് വർദ്ധിക്കുന്നതിൻ്റെ ഗ്രാഫ്, ടാറ്റയുടെ സെയിൽസ് വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യുന്നതിൻ്റെ ഗ്രാഫ്, അല്ലെങ്കിൽ ഹുണ്ടായിയുടേത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 5-6 കമ്പനികളുടേത് ഒരു ഡാറ്റയായിട്ട് നമ്മൾ പ്രസൻറ്റ് ചെയ്യും. അപ്പോൾ ആ സെക്കൻഡറി ഡാറ്റ എടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി റിലയബിൾ, ഇറ്റ് ഷുഡ് ബി സ്യൂട്ടബിൾ ആൻഡ് ഇറ്റ് ഷുഡ് ബി adequate for the purpose. അപ്പോൾ നമുക്ക് ഡാറ്റ കളക്ഷന് പല മെത്തേഡ്സ് യൂസ് ചെയ്യാം. നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞ ഇൻ്റർവ്യൂ മെത്തേഡ് തൊട്ട് പലതരത്തിലുള്ള മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ സോഷ്യൽ സയൻസ് റിസർച്ചിൽ നമ്മൾ നോർമലി ക്വസ്റ്റ്യനെയറുകളോ ഷെഡ്യൂളുകളോ ഉപയോഗിച്ചായിരിക്കും ചെയ്യാം. അതല്ലാതെയുള്ള കേസിലായിരിക്കും നമ്മൾ ഈ പറഞ്ഞ എക്സ്പെരിമെൻ്റൽ ആയിട്ടുള്ളോ അല്ലെങ്കിൽ സൈക്കോളജിക്കലായിട്ടുള്ള മെത്തേഡ്സോ നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ മാർക്കറ്റ് റിസർച്ചിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ദ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സ്കോപ്പ് ഓഫ് ദ എൻക്വയറി. നമ്മുടെ പഠനത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ത്, നമ്മുടെ ഇതിൻ്റെ ഡാറ്റയുടെ സ്വഭാവം. സിമിലർലി അവൈലബിലിറ്റി ഓഫ് ഫണ്ട്. നമുക്ക് ഈ ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ട പണം, ആ പണം ഇത്രയും ഫീൽഡിൽ പോയി റെസ്പോണ്ടൻറ്റിനെ കണ്ട് ഡാറ്റ കളക്ട് ചെയ്യാനുള്ള ഫണ്ട് ഒരു വലിയ ഫാക്ടറാണ്. ടൈം, ഫോർ എക്സാമ്പിൾ നമുക്ക് 500 ആളെ ഓൾ ഓവർ കേരള കാണണം. You have to visit all these people. It will take several days to complete the data. Precision required. അപ്പോൾ നമുക്ക് പ്രിസിഷൻ 100% ആക്യുറസിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ സെൻസസ് മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാനായിട്ട് സാധിക്കൂ. അപ്പോൾ ദ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ സെവറൽ ഫാക്ടേഴ്സ് ലൈക്ക് യുവർ സ്കോപ്പ് ഓഫ് യുവർ സ്റ്റഡി, അവൈലബിലിറ്റി ഓഫ് ഫണ്ട്, ടൈം ഫാക്ടർ ആൻഡ് പ്രിസിഷൻ റിക്വയർഡ്. ഇത്രയുമാണ് നമ്മൾ ഈ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് നമ്മൾ അടുത്ത ദിവസം ഓരോരോ ചാപ്റ്ററായിട്ട് എടുക്കും. ഓക്കെ, താങ്ക് യു.